ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന മികച്ച സാമൂഹ്യ പ്രവർത്തകനെ ഏർപ്പെടുത്തിയ ഫേസ് ഇന്റർനാഷണൽ ചാരിറ്റി അവാർഡിന് അർഹനായി അമേരിക്കയിലെ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകനായ ഡോക്ടർ ജേക്കബ് ഈപ്പൻ. ജനുവരി 13-ന് എറണാകുളം EMS ടൗൺ ഹാളിൽ നടക്കുന്ന അവാർഡ് ദാന ചടങ്ങിന്റെ ഉദ്ഘാടനം ക്രിക്കറ്റ് അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ് ഇൻ ഇന്ത്യ ചെയർമാൻ ഡോക്ടർ മഹന്തേഷ് കിവടസന്നവർ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ. ജസ്റ്റിസ് PN രവീന്ദ്രൻ അവാർഡ് ജേതാവിനെ ആദരിക്കും. പട്ടിണിക്കാരില്ലാത്ത കൊച്ചി എന്ന ആശയവുമായി 2011 ജസ്റ്റിസ് VR കൃഷ്ണയ്യർ മുഖ്യ രക്ഷാധികാരിയായി പ്രവർത്തനം ആരംഭിച്ച ഫേസ് ഫൗണ്ടേഷൻ 13 വർഷം പിന്നിടുന്ന വേളയിലാണ് ആഗോള ചാരിറ്റി പുരസ്കാരം ഏർപ്പെടുത്തിയതെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ പറഞ്ഞു. അപ്പോൾ അവാർഡിന് തിരഞ്ഞെടുക്കുന്നത് മികച്ച ആളിനെയാകണം, അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആളുമായിക്കോട്ടെ എന്ന നിലയിലേക്ക് കമ്മിറ്റിയുടെ തീരുമാനം വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശ്രീ ജേക്കബ് ഈപ്പൻ, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട നിങ്ങളുടെ മുന്നിലുണ്ട്. നമുക്ക് അമേരിക്കൻ മലയാളികളുടെ ഇടയിൽ, അമേരിക്കൻ ഗവൺമെൻറ് ഇടയിലൊക്കെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഒരു മലയാളിയുടെ സാന്നിധ്യം വളരെ ശ്രദ്ധേയമായിരുന്നു. കുറ്റമറ്റ രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ ചെയ്തൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തെ തന്നെ ആണ് തീരുമാനിച്ചിരിക്കുന്നത്. അമേരിക്കയിലെ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകനായ ഡോക്ടർ ജേക്കബ് ഈപ്പനാണ് പ്രൊഫസർ MK സാനു ചെയർമാനായി പ്രവർത്തിക്കുന്ന ഫേസ് ഫൗണ്ടേഷൻ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന മികച്ച സാമൂഹ്യ പ്രവർത്തകന് ഏർപ്പെടുത്തിയ ഫേസ് ഇന്റർനാഷണൽ ചാരിറ്റി അവാർഡിന് അർഹനായത്. 1 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. ജനുവരി 13-ന് എറണാകുളം EMS ടൗൺ ഹാളിൽ നടക്കുന്ന അവാർഡ് ദാന ചടങ്ങ് ക്രിക്കറ്റ് അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ് ഇൻ ഇന്ത്യ ചെയർമാനും BCCIയുടെ ഡിസേബിൾഡ് ക്രിക്കറ്റ് കമ്മിറ്റി അംഗവുമായ ഡോക്ടർ മഹന്തേഷ് കിവടസന്നവർ ഉദ്ഘാടനം ചെയ്യും. ജസ്റ്റിസ് PN രവീന്ദ്രൻ അവാർഡ് ജേതാവിനെ ആദരിക്കും. എറണാകുളം പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഫേസ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് TR ദേവൻ, വൈസ് ചെയർമാൻ ഡോക്ടർ T വിനയ് കുമാർ എന്നിവർ പങ്കെടുത്തു. അക്ഷയപാത്രം പദ്ധതിയിൽ ഞങ്ങൾ ചെയ്യുന്നത് അരിയടക്കം ഒരു കുടുംബത്തിന് വേണ്ടുന്ന നിത്യോപയോഗ സാധനങ്ങൾ മുഴുവൻ പാക്ക് ചെയ്തിട്ട് എല്ലാ മാസവും ഞങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ ആൾക്കാർ റേഷൻ കാർഡും കാർഡൊക്കെ വെച്ചിട്ടുണ്ട്. അവരോട് വന്നത് കാർഡ് കൊണ്ടുവരണം. കാർഡ് കൊണ്ട് അവർ വന്നാൽ അവരത് ഒപ്പിട്ടിട്ട് നമുക്ക് ഈ സാധനം കൊടുക്കും. അപ്പോൾ അത് തിരഞ്ഞെടുക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ പത്രങ്ങളിൽ പരസ്യം കൊടുക്കും. പരസ്യമല്ല, ഞങ്ങൾ ന്യൂസ് കൊടുക്കും. ഇങ്ങനെ ഞങ്ങൾ പദ്ധതി ആരംഭിക്കുന്നുണ്ട്, ഇത് കുറച്ച് പേർക്ക് നമ്മൾ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ധാരാളം ആപ്ലിക്കേഷൻസ് വരും. ആ ആപ്ലിക്കേഷൻ തന്ന ആൾക്കാരെ ഞങ്ങളുടെ വളണ്ടിയർമാർ പോയി അവരുടെ വീടുകളിൽ പോയി അവരെ കണ്ട് ബോധിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ കൊടുക്കുകയുള്ളൂ. അത്യാവശ്യം വരാൻ പറ്റാത്ത ആൾക്കാരുള്ള കിടപ്പ് രോഗികൾക്ക് ഞങ്ങൾ കൊണ്ടുപോയി അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. സാധനം. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ഈ ക്രിസ്മസ് പുതുവത്സര കാലത്ത് വമ്പിച്ച ഓഫറുകളുമായി സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പ്രോഡക്ട്സുകളും വൻ വിലക്കുറവിൽ. സോൾട്ട് സ്പെഷ്യൽ പ്രോഡക്ട്സ് ഉൾപ്പെടെ എല്ലാ ബ്രാൻഡുകളുടെയും പ്രോഡക്ട്സുകൾ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ്.